ലോക്കൽ സെക്രട്ടറിക്കെതിരായ പരാതികൾ അവഗണിച്ചെന്ന് ആരോപിച്ച് എറണാകുളം പാലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയ CPM-ലെ പദവികൾ രാജിവെച്ചു. ലോക്കൽ സെക്രട്ടറി ജോഷി സ്കറിയ മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്നാണ് പരാതി. അനുനയിപ്പിക്കാൻ ശ്രമം തുടരുകയാണ്. ലേബി സേന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോഴുള്ള രാജി എന്തിന്റെ സൂചനയാണ്? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ജയയോട് സംസാരിക്കാൻ കഴിഞ്ഞു? സ്മൃതി, ജയയോട് സംസാരിക്കാൻ നമ്മൾ പലവട്ടം ശ്രമിച്ചു, എന്നാൽ ഫോൺ എടുത്തിട്ടില്ല. എങ്കിലും നമുക്ക് ഈ സമയം ലഭിക്കുന്ന വിവരം ഇന്നലെ രാത്രിയോടെയാണ് ജയ രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത് കൈമാറിയത്. വാട്സാപ്പ് മുഖേന അയച്ച കത്താണ്. അതിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുമുള്ളത്. ഏതായാലും അനുനയ നീക്കം ശക്തമാണ്. പാലക്കുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ സെക്രട്ടറിക്ക് നൽകിയ കത്ത് അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ്. എന്നാൽ ഇവിടെ ഓർക്കേണ്ട കാര്യം, പാലക്കുഴ പഞ്ചായത്തിൽ മൃഗീയ ഭൂരിപക്ഷം CPM-നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റം അവിടെ ഉണ്ടാകാനില്ല. എങ്കിലും അതിന്റെ രാഷ്ട്രീയപരമായ ഒരു പ്രാധാന്യം തിരഞ്ഞെടുപ്പ് വരികയാണ്. ആ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ പ്രസിഡന്റ് തന്നെ ഇത്തരത്തിലൊരു ചുവടുമാറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാകും എന്നതാണ് മറ്റൊരു പ്രാധാന്യവും ഇവിടെയുണ്ട്. സ്മൃതി, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് ഈ പാലക്കുഴ, അതുപോലെ തന്നെ തിരുമാറാടി, കൂത്താട്ടുകുളം അടക്കമുള്ള പഞ്ചായത്തുകളൊക്കെ. ഇവിടെ കൂത്താട്ടുകുളം പഞ്ചായത്തിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ അടുത്തിടെ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ നീക്കങ്ങൾ, മലക്കം മറിച്ചിൽ. അവിടെ കൂത്താട്ടുകുളത്ത് നേരത്തെ 25 സീറ്റിൽ LDF 12ഉം UDF 11ഉമായിരുന്നു. എങ്കിലും അവിടെ ഒരു വിമതയെയും സ്വതന്ത്രനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണം UDF പിടിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് വിമത നീക്കം ശക്തിപ്പെടുന്നു കിഴക്കൻ മേഖലയിലേക്ക് എന്നുള്ളത് നീക്കം എന്ന നിലയ്ക്കാണ് അത് ശ്രദ്ധേയമാകുന്നത്. ലോക്കൽ സെക്രട്ടറിക്കെതിരായ പരാതികൾ അവഗണിച്ചെന്ന് ആരോപിച്ചിട്ടാണ് ഇപ്പോൾ എറണാകുളം പാലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയ CPM-ലെ പദവികൾ രാജിവെച്ചിരിക്കുന്നത്.